ഗുഡ് മോർണിംഗ്. ഈ ലൈഫിൽ ഒരാൾ രക്ഷപ്പെടാന്ന് പറഞ്ഞാൽ അതൊരു സുപ്രഭാതത്തിൽ നടന്ന അത്ഭുതമൊന്നും അല്ല കേട്ടോ. പലരും ഉറങ്ങി ഉറങ്ങി അല്ലെങ്കിൽ കളിച്ച് ചിരിച്ച് ഉല്ലസിക്കുമ്പോൾ രക്ഷപ്പെട്ട ആൾക്കാരൊക്കെ ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കടമ്പകൾ കടന്ന് 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 അതൊന്നും ആക്ച്വലി ആരും കാണില്ല. അത് അവനവൻ്റെ സ്വന്തം പരിശ്രമം, കഠിനാധ്വാനം ഒക്കെ ആയിരിക്കും. ഒരു മൊമെന്റിൽ നമ്മളിങ്ങനെ ഉദിച്ചു നിൽക്കുന്ന നേരത്ത് അപ്പോൾ എല്ലാവരും നല്ലത് പറയും, അയ്യോ അതങ്ങനെയായിരുന്നു, ആ കുട്ടി അങ്ങനെയാണ്, എല്ലാം ഉണ്ടാവും. പക്ഷെ നമ്മൾ വന്ന വഴികൾ, നമ്മൾ ഫേസ് ചെയ്തത്, നമ്മളുടെ സ്ട്രഗിളിങ്സ്, ഇതൊക്കെ നമ്മളുടെ മാത്രമാണ്. അതിൻ്റെ ആ ഒരു കനൽ ഊതി ഊതിയാണ്, അല്ലെങ്കിൽ അത് ആളിക്കത്തിയാണ് നമ്മൾ എത്തേണ്ട ആ ഒരു പെർട്ടിക്കുലർ ഡെസ്റ്റിനേഷൻ ഓരോന്ന് നമ്മൾ ക്രോസ് ചെയ്യണത്. സോ പറഞ്ഞു വരുന്നത്, സ്ട്രഗിൾ ചെയ്താലേ രക്ഷപ്പെടുകയുള്ളൂ എന്നൊന്നും പറയണില്ല. പക്ഷെ സ്ട്രഗിളിങ്സ് വരാം, സ്ട്രഗിൾ ആകും. നമ്മളത് ഒരു കോയിൻ്റെ അപ്പുറം ഇപ്പുറം പോലെ മാറിയും മറിഞ്ഞും നമ്മളിങ്ങനെ നമ്മളിങ്ങനെ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇതെല്ലാം ഫേസ് ചെയ്ത് ആൾ കേപ്പബിൾ ആണ്, ആൾക്കത് ചെയ്യാൻ പറ്റുമെന്നുള്ള മൊമെൻറ്റിലായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ വലിയ കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത്. സോ എന്താണേലും പരിശ്രമം, ഹാർഡ് വർക്ക്, ഇതൊക്കെ വേണ്ടതാണ്. കുട്ടിയാണേലും വേണ്ടതാണ് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനൊരു പ്രതിഫലം ഉണ്ടാകും. അപ്പോൾ അത് കിട്ടില്ല അല്ലെങ്കിൽ വീണു പോകരുത്. ചിലപ്പോൾ ലാസ്റ്റ് മൊമെൻ്റ് എത്തുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മതി എന്ന് തോന്നുന്നത്. നിർത്തി കളയരുത്, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ പുറത്ത് എന്താണേലും ഉള്ളിൽ നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ അളന്ന് അത് മുറിച്ച് കൃത്യമായിട്ട് വെക്കുക. അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുക, പണിയെടുത്തോണ്ട് ഇരിക്കുക. നിങ്ങളുടെ വിജയങ്ങൾ എല്ലാവരേക്കാളും ഭംഗിയായിട്ട് നിങ്ങൾക്ക് സ്വയം വിജയങ്ങൾ ആഘോഷിക്കാൻ സാധിക്കും. എല്ലാം അടിപൊളിയാവട്ടെ. നല്ല ദിനം.